നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചൊവ്വാഴ്ച ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പല LDF അംഗങ്ങളും ഭരണത്തിൽ അതൃപ്തരെന്നും UDF കൗൺസിലർമാർ. കാഞ്ഞിരപ്പുഴ പാമ്പൻതോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്കായി പാങ്ങോട് നിർമ്മിച്ച വീടുകൾ 1 വർഷം തികയും മുമ്പേ വിണ്ടുകീറി. വീടുകളുടെ തറ പൊട്ടിയ നിലയിൽ, ശുചിമുറികളും തകർന്നു. കുടുംബങ്ങൾ താമസം വീണ്ടും മലയിലേക്ക് മാറ്റി. ജല അതോറിറ്റിയുടെ അനാസ്ഥ. കടുത്ത വേനലിലും ചെറുപ്പുളശ്ശേരിയിൽ പാഴായി പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം. നഗരത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലാണ് പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴാവുന്നത്. നാട്ടുകൽ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 190 ഗ്രാം മെത്താഫീറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ. തിരൂർ സ്വദേശി അബൂബക്കർ സിദ്ദീഖാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മണാർക്കാട് തേങ്കര സ്വദേശി മുഹമ്മദ് നാഫിയെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരം ജയിലിലടച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം ചൊവ്വാഴ്ച ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഭരണകക്ഷിയിൽപ്പെട്ട പല അംഗങ്ങളും നഗരസഭാ ഭരണത്തിൽ അതൃപ്തരാണെന്നും UDF കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. V4 മുന്നണി കൂട്ടുകെട്ടിൽ LDF ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെയാണ് 11 UDF അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 11-ന് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും. നഗരസഭാ ഭരണം കുത്തഴിഞ്ഞാണ് മുന്നോട്ടു പോകുന്നതെന്നും ചെയർപേഴ്സൺ പല പദ്ധതികൾക്കും മുൻകൂർ അനുമതി നൽകി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയാണെന്നും UDF കൗൺസിലർമാർ ആരോപിക്കുന്നു. ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുന്നു. കുടിവെള്ളം പല ഭാഗങ്ങളിലും കിട്ടുന്നില്ല. അഴിമതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഭരണകക്ഷിയിൽപ്പെട്ടവരുടേതുൾപ്പെടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും UDF കൗൺസിലർമാർ പറഞ്ഞു. ഒന്നും തന്നെ നടക്കുന്നില്ല. ആകെ ഭരണസമ്പന്നാണ്. ആളുകൾ കാര്യങ്ങൾക്ക് വന്ന് മടങ്ങുക. ആളുകളുടെ പ്രതീക്ഷ ആകെ തകിടം മറിഞ്ഞ് കിടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ് ഞങ്ങളിവിടെ അവിശ്വാസമായിട്ട് നാളെ രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മളെ ഈ ഭരണത്തിൻ്റെ പോരായ്മ മാത്രം വെച്ചാൽ കുഴപ്പമില്ല, കെടുകാര്യസ്ഥത മാത്രം വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അഴിമതിയുടെ ഒരു രൂപം പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അവിശ്വാസം. ഭരണസമിതിയെ അട്ടിമറിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക കൂടിയാണ് അവിശ്വാസത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും UDF കൗൺസിലർമാരായ KR നാരായണസ്വാമി, CA സാജിത്ത്, CA റാസി, K ബഷീർ, സൈദലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, ഉമ്മർ കീഴായൂർ, KPN നാസർ എന്നിവർ പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുകയാണ്. കുടിവെള്ളത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ സമയത്ത് പോലും വെള്ളം കിട്ടാത്ത എത്ര മേഖലകൾ പട്ടാമ്പി നഗരസഭ ഉണ്ട് നമുക്ക് വെറുതെ നിങ്ങളുടെ വാഹനം എടുത്ത് കറങ്ങിയാൽ അറിയാം. അതാണ് ഒരു വിഷയം നിൽക്കുന്നത്. മറ്റൊന്ന് സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. 8 ലക്ഷം 9 ലക്ഷം പരമാവധി ഒരു വർഷം ചെലവാക്കിയെന്നിടത്താണ് 3 വർഷം കണ്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഒരു വർഷം 50 ലക്ഷത്തോളം രൂപ സ്ട്രീറ്റ് ലൈറ്റുകളിലെ പുതിയത് സ്ഥാപിക്കാനല്ല, റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ്. കാഞ്ഞിരപ്പുഴ പാമ്പൻതോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് പാങ്ങോട് നിർമ്മിച്ച വീടുകൾ 1 വർഷം തികയും മുൻപ് വിണ്ടുകീറി. തറയും ഭിത്തികളും വിണ്ടുകീറിയതോടെ കുടുംബങ്ങൾ താമസം വീണ്ടും മലയിലേക്ക് മാറ്റി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 54 വീടുകളാണ് ഇവിടെ നിർമ്മിച്ചത്. 2023 ഒക്ടോബറിൽ മന്ത്രി K രാധാകൃഷ്ണനാണ് താക്കോൽ ദാനം നിർവഹിച്ചത്. കോളനിയിലെ തമ്പി, തങ്ക, ദീപു, രാജൻ, ശാന്ത തുടങ്ങിയവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടുകളുടെ തറ ചുറ്റും പൊട്ടിയ നിലയിലാണ്. ഇതേ തുടർന്ന് ചുമരുകൾക്കും വിള്ളലുണ്ട്. ശാന്തയുടെ വീടിന്റെ പിൻവശത്തെ ജനലിന്റെ ഭാഗത്തെ ചുമര് പൊളിഞ്ഞു വീണു. ശുചിമുറിയും തകർന്നു. ഇതുകാരണം ഇവർ മലയിലെ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പരാതി ഉയർന്നതോടെ വിണ്ടുപൊട്ടിയ ഭാഗത്ത് സിമന്റ് തേച്ച് വിള്ളലടച്ചു. കരാറുകാരന്റെ ജോലിക്കാരാണ് കഴിഞ്ഞ ദിവസം വന്ന് വിള്ളലടച്ചതെന്നാണ് ഊരുനിവാസികൾ പറയുന്നത്. അപ്പോൾ അനിയത്തി വന്ന് കണ്ടായിരുന്നു ഇന്നലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണി എനിക്ക് താമസിക്കാൻ പറ്റില്ല. അവരും വന്ന് കണ്ടിട്ട് പോയി അരിക്ക് കിട്ടി. ചേച്ചി എന്താ ചെയ്യാ, ഇങ്ങനെ തേച്ച് പോയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കതല്ല പറയാൻ പറ്റില്ല സാറേ എന്ന് അവർ കാരണമാണ് ഇറങ്ങാത്തത്. എന്തായാലും അങ്ങളമാരും പെങ്ങന്മാരും അനിയത്തിമാരൊക്കെ വന്നിട്ട് പോകും. അവരൊക്കെ കണ്ടിട്ട് പോകും. അല്ലെങ്കിൽ എന്താ ചെയ്യും? കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഇതൊക്കെ തന്നെ ഇടിഞ്ഞ് പോയി ഞാൻ കിടക്കാൻ പറ്റുമോ? എന്ത് വിശ്വാസം കൊണ്ട് കിടക്കണം? അത് ഓർത്തിട്ട് അവർ പോയി വരുന്നില്ല. ഇല്ല, ഇത് ചെയ്ത പിന്നെ തുടങ്ങിയിട്ടില്ല, ഇരുന്നിട്ടും ഇല്ല. അവർ വന്നുകൊണ്ട് അടിച്ച് വരി തൂത്തിട്ട് ഇങ്ങനെ പോകും.
ഇരുന്നതാണ്. അപ്പോഴേക്കും ഇങ്ങനെ ആയില്ലേ. എന്തൊക്കെ പൊട്ടിയിരിക്കുന്നത്, എവിടേക്ക് പൊട്ടിയിരിക്കുന്നത്? ഇതൊക്കെ തന്നെ ചുറ്റുപാട്. പറയും. ചുറ്റു താറ, പിന്നെ മേലുഭാഗം ഇത് കണ്ട പിന്നെയാണ് ഇത് തേച്ച് വിട്ടിട്ട് പോയി. ഞങ്ങളും കൂടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങളറിയാതെ മൗറപ്പുറത്ത് തേച്ചിട്ട് അവർ പോയി. അപ്പം ഞാൻ ഒരു വാക്കിന് പറഞ്ഞത് എന്താ ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേരം അവരോട്. അപ്പം അവരൊന്നും വേണ്ടിയില്ല, ഇതിങ്ങനെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞില്ല. ഇനി തേച്ചിട്ടാൽ കുഴപ്പമില്ലെന്ന്. അപ്പം ഞാൻ പറയും സാറേ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. അവർ പറഞ്ഞ കലം ഉറക്കെ പറഞ്ഞ് തേച്ചിട്ട് അവർ പോയി. കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഉള്ള പൊട്ടക്കണ്ണുള്ള വെള്ളം കോരിയിട്ട് അവർ തേച്ചിട്ട് പോയി. ഇത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ടില്ല അവർ ഈ നേരം വരെ. രാജന്റെ വീടിന്റെ വാർപ്പടർന്ന് മേൽക്കൂരയിൽ തുള വീണു. തമ്പി, തങ്ക, ശാന്ത എന്നിവരുടെ വീടുകളുടെ തറയാണ് വിണ്ടുപൊട്ടിയത്. ദീപുവിന്റെ ശുചിമുറി വിണ്ടുകീറി. അടുപ്പിന്റെ പുകക്കുഴലുകൾ സ്ഥാപിച്ച ഭാഗം അടർന്നു പോകുന്ന വിധത്തിലാണ്. 2023 ഒക്ടോബറിലാണ് വീടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. റീബിൽഡ് കേരളയിൽ നിന്ന് 9 കോടി 10 ലക്ഷവും പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് 1 കോടി 8 ലക്ഷമാണ് അനുവദിച്ചത്. ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ ചെലവിലാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചത്. 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പാമ്പൻതോട് ആദിവാസി ഊര് വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പദ്ധതിയായി MLAയും LDFും ഏറെ കൊട്ടിയാഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതി 1 വർഷം തികയും മുൻപേ തകർന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാവും. നിർമ്മാണത്തിലെ അപാകതയാണ് വീടുകൾക്ക് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നാണ് ആരോപണം. തറയും ചുമരുകളും വിണ്ടുകേറിയ വീട്ടിൽ കുട്ടികളെയും കൊണ്ട് എങ്ങനെ കഴിയുമെന്നാണ് ഊരുവാസികൾ ചോദിക്കുന്നത്. അയാളെ നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഇതിൻ്റെ ജോലി മണ്ണിട്ട് മൂടാനുള്ള ജോലിയൊക്കെ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പം അതാ പറയുന്നത്. എന്നാൽ പിന്നെ നല്ല രീതിക്ക് എന്താ മൂടിത്തരണ്ട. ബാത്റൂമിൻ്റെ സ്ലാവ് ഇട്ട് ഒന്നെപ്പോലെ ഇട്ട് മൂടിത്തരാം. ഇത് പൈപ്പൊന്നും മൂടിയിട്ടില്ല. എനിക്ക് വയ്യാത്തൊരാങ്ങളുള്ളതല്ല. എത്ര പറഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഈ കുട്ടികളും മക്കളായിട്ട് ഈ മഴക്കാലം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ അവസ്ഥയാണെങ്കിൽ മഴ 2-10 മഴ പിടിച്ചാൽ എന്ത് ചെയ്യും? കാറിൽ കടത്തിയ 190.18 ഗ്രാം മെത്താഫിറ്റമിനുമായി മലപ്പുറം തിരൂർ സ്വദേശിയെ നാട്ടുകൽ പോലീസ് പിടികൂടി. വലിയ പിടിയേക്കൽ അബൂബക്കർ സിദ്ദീഖാണ് പിടിയിലായത്. ദേശീയപാത നാട്ടുകലിൽ ഞായറാഴ്ച രാത്രി നടത്തിയ പരിശോധനയ്ക്കിടെ സാഹസികമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. നാട്ടുകൽ പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച 190.18 ഗ്രാം മെത്താഫിറ്റമിനുമായി തിരൂർ സ്വദേശി വലിയ പിടിയേക്കൽ അബൂബക്കർ സിദ്ദീഖിനെ പിടികൂടിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച സിദ്ദീഖിനെ കാറിന്റെ ചില്ല് തകർത്താണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ തിരൂർ, താനൂർ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ മുഖ്യ കണ്ണിയാണ് ഇയാൾ. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തി വരികയായിരുന്ന സിദ്ദീഖ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. MDMA എത്തിച്ച കാറും കയ്യിലുണ്ടായിരുന്ന 61,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. പ്രതിക്ക് മുൻപും നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ MDMA കേസുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് DYSP TS സിനോജ്, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ബഷീർ C. ചിറക്കൽ, സബ് ഇൻസ്പെക്ടർ PG സദാശിവൻ, സീനിയർ CPOമാരായ വിജയൻ, രാജീവ് എന്നിവർ ഉൾപ്പെട്ട നാട്ടുകൽ പോലീസും സബ് ഇൻസ്പെക്ടർ H. അർഷാദിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡുമാണ് പരിശോധനയിൽ ഉണ്ടായിരുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മണ്ണാർക്കാട് തെങ്കര പൊതിയിൽ വീട്ടിൽ മുഹമ്മദ് നാഫിയാണ് തൃശൂർ റേഞ്ച് DIG അജിത ബീഗത്തിന്റെ ഉത്തരവ് പ്രകാരം ജയിലിലടച്ചത്. പാലക്കാട് ജില്ലയിൽ നാട്ടുകൽ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് നാഫി. വധശ്രമം, പിടിച്ചുപറി, മാരകായുധങ്ങളുമായി ആക്രമിക്കൽ, അന്യായമായി തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാണ് മുഹമ്മദ് നാഫിക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത്. കടുത്ത വേനലിൽ ഒരിറ്റുവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ചെറുപ്പശ്ശേരി നഗരത്തിൽ ദിനേന പാഴായി പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം. നഗരത്തിന്റെ പലയിടങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ചെർപ്പളശ്ശേരി നഗരത്തിലെ പല ഭാഗങ്ങളിലായി ഈ കെട്ടിക്കിടക്കുന്നത് മഴവെള്ളമല്ല,
കനത്ത വേനലിൽ അനവധി കുടുംബങ്ങൾക്ക് ദാഹമകറ്റേണ്ട കുടിവെള്ളമാണ്. മാസങ്ങളായി നഗരത്തിൽ പലയിടങ്ങളിലായി ഒഴുകിപ്പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുടിവെള്ളം പാഴായിപ്പോകുന്നത്. ഈ സ്ഥിതി തുടങ്ങിയിട്ട് മാസങ്ങളായി. കനത്ത വേനലിൽ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ടതോടെ നഗരസഭയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഈ കുടിവെള്ള വിതരണത്തെയാണ്. ജലലഭ്യത കുറവായതിനാൽ 2-3 ദിവസങ്ങൾ ഇടവിട്ടാണ് പല ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് നഗരത്തിൽ ഈ അനാസ്ഥ. നഗരസഭാ ഭരണസമിതിയും ജനപ്രതിനിധികളും പരമാവധി ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത വാട്ടർ അതോറിറ്റിയും KSTPയും തമ്മിലുള്ള തർക്കമാണ് പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയ സാഹചര്യത്തിലും അധികൃതർ കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആവശ്യപ്പെട്ടു. ചെർപ്പശ്ശേരി ടൗൺ ഉൾപ്പെടെ കാറൽമണ്ണയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം പാഴായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ദിവസമോ 2 ദിവസം, ഒരാഴ്ച, ഒരു മാസമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. ഇത് മാസക്കണക്കിലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനാരാണ് ഉത്തരവാദി? ആർക്കും ഉത്തരവാദിത്തമല്ല. KSTPയോട് പറഞ്ഞാൽ പറയുന്നു അത് വാട്ടർ അതോറിറ്റിയാണ് ആ വക പണികൾ ചെയ്യേണ്ടതെന്ന്. വാട്ടർ അതോറിറ്റിക്കാരോട് പറഞ്ഞാൽ പറയുന്നു KSTP ആണ് ഏറ്റെടുത്തിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പണി. അത് KSTP വന്നാലേ ചെയ്യൂ, അവരൊക്കെ ചെയ്യാൻ പറ്റൂ, ഞങ്ങൾ ചെയ്യില്ല. അത് മാത്രമല്ല, ചെയ്യുന്ന പണികളിൽ തന്നെ അതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് 2 കൂട്ടരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക. ജനങ്ങൾ ഇത് കാഴ്ചക്കാരായി ഇങ്ങനെ കാണുക. അവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുക. പല ലൈനുകളിലും വാൾവുകൾ പൂട്ടിയിട്ട് ആഴ്ചയിൽ 1, 2, 3 ദിവസമൊന്നും വെള്ളമില്ല. അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ വേണ്ടത്ര ഫോഴ്സിൽ വെള്ളം വരാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെതിരെ ഞാൻ കഴിഞ്ഞ തവണ 30-ാം തീയതി കൂടിയ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അന്ന് ബഹുമാനപ്പെട്ട കൗൺസിലിൻ്റെ മുമ്പാകെ ഞാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനാവശ്യമായ നടപടികൾ ഭരണതലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെ ഭരിക്കുന്നവരെ മുഴുവൻ ജനപ്രതിനിധികളെയും എല്ലാവരെയും നോക്കുകുത്തികളാക്കി KSTPയെയും വാട്ടർ അതോറിറ്റിയെയും കാണിക്കുന്ന ഈ കള്ളക്കളി, അവരെ ജനങ്ങളെ പരിഹസിക്കുന്ന ഏർപ്പാട് അടിയന്തരമായി നിർത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നാളിതുവരെയായും ഒരു മാറ്റം ഉണ്ടായില്ല. ഇത് ഈ സ്ഥിതി തന്നെ തുടരുകയാണ്. ഏതായാലും അടിയന്തരമായി KSTPയുമായും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെർപ്പശ്ശേരിയിലെ ജനങ്ങളുടെ കുടിവെള്ളത്തെ പാഴാക്കുന്ന, അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിലപാടുകൾക്കെതിരായി അതിശക്തമായ നിലപാട് ഭരിക്കുന്നവർക്ക് എടുക്കാൻ സാധിക്കണം. അത് അടിയന്തരമായി ഇനിയെങ്കിലും വൈകിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആടുജീവിതം സിനിമയിലെ യഥാർത്ഥ നായകനായ നജീബിന് സംഭവിച്ചതുപോലെ മരുഭൂമിയിൽ കുടുങ്ങിപ്പോയ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് വാണിയംകുളം പുലാച്ചിത്ര സ്വദേശി രാമദാസ്. 1.5 വർഷത്തോളമാണ് സൗദിയിലെ മരുഭൂമിയിൽ ആടുകൾക്കൊപ്പം രാമദാസ് ദുരിത ജീവിതം നയിച്ചത്. ആടുജീവിതം സിനിമ കണ്ടപ്പോഴാണ് സൗദിയുടെ മണലാരണ്യങ്ങളിൽ താൻ അനുഭവിച്ച ദുരിത ജീവിതം ഞങ്ങളുമായി പങ്കുവയ്ക്കാനായി രാമദാസ് മുന്നോട്ട് വന്നത്. വാണിയംകുളം പുലാച്ചിത്ര കാരക്കൊന്തു വീട്ടിൽ രാമദാസ് തൻ്റെ 28-ാം വയസ്സിൽ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ സഹോദരിയുടെ വീട് വിറ്റ പണവുമായി 1993 ഓഗസ്റ്റ് മാസത്തിലാണ് സൗദിയിലെത്തുന്നത്. വീട്ടിലെ പുറംപണിക്കെന്ന പേരിലാണ് 35,000 രൂപ വാങ്ങി ഏജന്റ് രാമദാസിനെ സൗദിയിൽ എത്തിച്ചത്. എന്നാൽ മരുഭൂമിയിൽ ആടുകളുടെ സംരക്ഷണവും പരിചരണവുമാണ് തൻ്റെ ജോലി എന്നത് അറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. തന്നെ
പറ്റിച്ചതാണെന്ന് അറിയാവുന്ന ഭാഷകളിൽ സൗദിയിലെ ആളുകളോട് അറിയിച്ചെങ്കിലും അനുകൂല നടപടികളൊന്നും ഉണ്ടായില്ല. അവസാനം ജോലിക്ക് കയറാനും 3 മാസത്തിനു ശേഷം നാട്ടിലേക്ക് കയറ്റിവിടാമെന്ന കഫീലിൻ്റെ നിർദ്ദേശം അനുസരിക്കുകയല്ലാതെ രാമദാസിന് മറ്റ് മാർഗങ്ങൾ ഇല്ലായിരുന്നു. പിന്നീട് കിലോമീറ്ററുകളോളം ഉള്ളിലായി മരുഭൂമിയിൽ 300-ലധികം ആടുകൾക്കൊപ്പമായി രാമദാസിൻ്റെ ജീവിതം. നല്ല ഭക്ഷണമോ വസ്ത്രങ്ങളോ കിട്ടാതെ പുറം ലോകവുമായി ബന്ധമില്ലാതെയായിരുന്നു രാമദാസിൻ്റെ പിന്നീടുള്ള ജീവിതം. ഒഴിവു സമയങ്ങളിൽ ഡയറി എഴുതുന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് കത്തയക്കാൻ പോലും കഴിഞ്ഞത്. 1.5 വർഷത്തിനു ശേഷമാണ് രാമദാസ് ആ നരക ജീവിതത്തിൽ നിന്നും മോചിതനായത്. 1993 ഞാൻ സൗദിയിലെത്തിയത്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് വീട്ടുപണിക്കാന്ന് പറഞ്ഞിട്ട് പോലെ. അവിടെ ചെന്നപ്പോഴാണ് പറയണത് ഇങ്ങനെ ആട് മേയ്ക്കുന്ന വിസയാണെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമമായി. എന്നിട്ട് എന്തായാലും കഫീലിൻ്റെ കൂടെ ഞാൻ എന്നെ മരുഭൂമിയിൽ കൊണ്ടാക്കി. അപ്പോൾ 10-300ഓളം ആടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വേറെ ഒരാളും കൂടിയിട്ടാണ് ആട് മേയ്ക്കാണ്ടായിരുന്നത്. എന്തായാലും ഒരു 3-4 മാസം ഞാൻ കരഞ്ഞ് കൊണ്ട് തന്നെ ഇരുന്നു. എന്തായാലും ഒരു 1.5 വർഷത്തിന് ശേഷം എനിക്ക് പോരാൻ പറ്റിയല്ലോ. ഒരു 6 മാസത്തിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് കത്തയക്കാനൊക്കെ പറ്റിയുള്ളൂ. കത്തൊന്നും യാതൊരു ഇടപാടില്ല. വീട്ടുകാരൊക്കെ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കഫീൽ ഒരു നല്ല ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ആടുജീവിതം കണ്ട കൂട്ടത്തിലൊക്കെ തന്നെയാണ് ഞാൻ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം കാണുന്നുണ്ടായി. ആദ്യം ഞാൻ നാണക്കെട്ടുകൊണ്ട് ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പടം വന്നപ്പോഴാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഈ ആളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് പലതവണ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്കായി പോയിട്ടുണ്ടെങ്കിലും ഈ 60-ാം വയസ്സിലും മരുഭൂമിയിൽ താൻ അനുഭവിച്ച ജീവിതം ചുട്ടുപൊള്ളുന്ന ഓർമ്മയായി ഇന്നും മനസ്സിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന ആൽമരക്കൊമ്പ് വീണ്ടും പൊട്ടിവീണു. ഗ്രൗണ്ടിലേക്കാണ് കൊമ്പ് പൊട്ടിവീണത്. സംഭവ സമയത്ത് ഗ്രൗണ്ടിൽ ആരും ഇല്ലാതിരുന്നതിനാലും സമീപത്തെ റോഡിലേക്ക് വീഴാഞ്ഞതിനാലും വലിയ അപകടം ഒഴിവായി. ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നഗരസഭ നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന് സമീപത്താണ് ആൽമരക്കൊമ്പ് പൊട്ടിവീണത്. കുട്ടികൾ അടക്കം നിരവധി പേർ രാവിലെയും വൈകുന്നേരവും വ്യായാമത്തിനും പരിശീലനത്തിനുമായി എത്തുന്ന ഗ്രൗണ്ടിൽ സംഭവ സമയത്ത് ആരും തന്നെ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കാലപ്പഴക്കത്താൽ ദ്രവിച്ച മരത്തിലെ വലിയ കൊമ്പാണ് തിങ്കളാഴ്ച രാവിലെ നിലം പതിച്ചത്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആൽമരത്തിൻ്റെ കൊമ്പുകൾ പൊട്ടിവീണ് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് അപകട സാധ്യത ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കിയത്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനരികിലൂടെ പ്രധാന ഇലക്ട്രിക് ലൈനുകളും കേബിളുകളും കടന്നുപോകുന്നുണ്ട്. സ്കൂൾ ബസ് വാങ്ങാൻ പായസ ചലഞ്ചുമായി വെളിനേഴി GLP സ്കൂൾ PTA. MLA അനുവദിച്ച ഫണ്ട് മതിയാകാതെ വന്നപ്പോഴാണ് വ്യത്യസ്തമായ പദ്ധതിയുമായി PTA മുന്നോട്ട് വന്നത്. വെള്ളിനേഴി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമാണ് സ്വന്തമായി ഒരു സ്കൂൾ ബസ് എന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാലയത്തിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. പ്രീ പ്രൈമറിയിൽ ഉൾപ്പെടെ നിലവിൽ 206 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് സുഗമമായ യാത്രാ സൗകര്യമൊരുക്കുന്നതിനായി വലിയ ഒരു സ്കൂൾ ബസ് ഏറെ അത്യാവശ്യമാണ്. ഇതിനായി P. മമ്മിക്കുട്ടി MLA അനുവദിച്ച 18 ലക്ഷം രൂപ തികയാതെ വന്നപ്പോഴാണ് ബാക്കി തുക കണ്ടെത്തുന്നതിനായി പായസ ചലഞ്ചുമായി PTA മുന്നോട്ട് വന്നിരിക്കുന്നത്. മെയ് 12-ന് സംഘടിപ്പിച്ചിരിക്കുന്ന പായസ ചലഞ്ചിലൂടെ സ്കൂൾ ബസ്സിന് ആവശ്യമായ ബാക്കി തുക സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് PTA. 1 ലിറ്റർ പാലട പായസത്തിന് 250 രൂപയാണ് വിലയിടുന്നത്. ഏകദേശം 23 ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന സ്കൂൾ ബസ്സിനായി 5 ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പ്രധാനാധ്യാപിക K. സുജാത അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ വിദ്യാലയത്തിന് വാഹനം വാങ്ങുന്നതിലേക്കായി ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി അവർകൾ വിദ്യാലയത്തിന് 18 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങളുടെ വിദ്യാലയത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വാഹനം വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ആവശ്യം നിറവേറ്റത്തക്ക വലിപ്പത്തിലുള്ള വാഹനം ലഭിക്കുന്നതിന് 5 ലക്ഷം രൂപ കൂടി സമാഹരിക്കേണ്ടതുണ്ട്. PTA നേതൃത്വത്തിൽ ഒരു പായസ ചലഞ്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരുന്ന ഞായറാഴ്ച മെയ് 12
ഞായറാഴ്ച പായസ ചലഞ്ച് നടത്തുന്നു. ഈ ഉദ്യമത്തിൽ നിങ്ങളേവരും ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം സ്കൂളിൻ്റെ അഡ്മിഷൻ തുടരുന്നുണ്ട്. പ്രീ പ്രൈമറി ക്ലാസ്സിലേക്കും മറ്റ് ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ തുടരുന്നു. കരിമ്പുഴ കുലുക്കിലിയാട് SVAUP സ്കൂളിൽ യാത്രയപ്പും LSS USS വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി സ്നേഹപ്രാത ഒരുക്കുന്ന വിദ്യാലയം നമ്മുടെ SVAUP സ്കൂളാണ്. ഞാനത് ഇവിടെ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും നന്നായി നടക്കുന്ന ഒരു വിദ്യാലയമാണ്. കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താനും കാർഷിക മേഖലയോടുള്ള ശ്രദ്ധയും താല്പര്യവും അവരുടെ മനസ്സിൽ ഉളവാക്കാനും ഒക്കെ ഉപകരിക്കുന്ന വ്യത്യസ്തങ്ങളായ ചെറുതും വലുതുമായിട്ടുള്ള ഇടപെടൽ ഈ വിദ്യാലയത്തിൽ നടക്കാറുണ്ട്. തങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരോട് കരുണയും ദയയും സഹാനുഭൂതിയും ഒക്കെ പ്രകടിപ്പിക്കാൻ കുട്ടികൾ അതിനവരുടെ മനസ്സ് തയ്യാറാക്കുന്ന നിലയിലുള്ള ഒട്ടനേക പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. PTA പ്രസിഡന്റ് റിയാസ് കാവുണ്ട അധ്യക്ഷനായി. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ P. ബാബുരാജ്, അറബി അധ്യാപകൻ N. അലി എന്നിവർക്കുള്ള PTA ഉപഹാര സമർപ്പണം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. വിദ്യാലയത്തിൽ നിന്നും USS നേടിയ വിദ്യാർത്ഥികളെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും LSS നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T. ഷീജ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മർകുന്നത്ത് M. മോഹനൻ, P. ഉണ്ണികൃഷ്ണൻ, V. രാമകൃഷ്ണൻ, N. ബാലചന്ദ്രൻ, MPTA പ്രസിഡന്റ് M. പത്മാവതി, PTA വൈസ് പ്രസിഡന്റ് P. സജീവ് കുമാർ, സഫ്വാൻ നാട്ടുകൽ എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്നേഹസൽക്കാരവും നടന്നു. അലനല്ലൂർ ടൗണിലെത്തുന്ന ആളുകൾക്ക് കുടിക്കാനായി നാടൻ സംഭാരവും നാരങ്ങ വെള്ളവും ഒപ്പം ORSഉം. അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് പൊതുജനങ്ങൾക്കായി തണ്ണീർപന്തൽ ഒരുക്കിയത്. ചൂട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണെങ്കിലും ആവശ്യകാര്യങ്ങൾക്കായി ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ എത്തുന്ന ആളുകൾക്കായി അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി കണ്ണംകുണ്ട് റോഡിൽ സ്ഥാപനത്തിന് തൊട്ടായി ഒരു തണ്ണീർപന്തലിന് തുടക്കം കുറിച്ചു. നല്ല നാടൻ സംഭാരവും നാരങ്ങാവെള്ളവും ഒപ്പം ORSഉം. വഴിയെ പോകുന്ന ആർക്കും ഇഷ്ടം പോലെ കുടിക്കാം. വേണമെങ്കിൽ ചെറിയൊരു കുപ്പിയിലാക്കി കൊണ്ടുപോകുകയും ചെയ്യാം. കോവിഡ് കാലത്തും പ്രളയകാലത്തുമൊക്കെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ തണ്ണീർപന്തൽ ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. ഈ തണ്ണീർപന്തലിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഭാരം, ശുദ്ധജലം, അത്യാവശ്യം ORS ലായനി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ തണ്ണീർപന്തലിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. രാവിലെ 11 മണി മുതൽ ഓഫീസ് സമയം കഴിയുന്നതുവരെ തണ്ണീർപന്തൽ പ്രവർത്തിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച തണ്ണീർപന്തൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു മാതൃകയായി തന്നെ ഇത് കണക്കാക്കാം. ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സംഘം പ്രസിഡന്റ് റംഷീഖ് മാമ്പറ്റ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് MP സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P. മുസ്തഫ, സംഘം സെക്രട്ടറി O. ബിനീഷ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. STU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലത്ത് സ്ഥാപക ദിന സംഗമം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് MM ഹമീദ് സാഹിബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. STU 67ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലത്ത് സ്ഥാപക ദിന സംഗമം സംഘടിപ്പിച്ചത്. STU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് MM ഹമീദ് സാഹിബ് ഓഫീസ് പരിസരത്ത് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പരിപാടിയും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അത് CD സാഹിബിനോടൊപ്പം തന്നെ വേറൊരു നേതാവുണ്ടായിരുന്നു. അത് ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടതാണ്. അത് BB ഗിരിയായിരുന്നു. BB ഗിരിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു.
ആ ബേബി ഗിരി ചരിത്രപുരുഷനാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായ ഒരു ദേശീയ നേതാവായിരുന്നു ബേബി ഗിരി. ബേബി ഗിരിയും തൊഴിലാളികൾ സ്വതന്ത്രമായി സംഘടിക്കണം എന്ന് ആശയമുള്ള ഒരാളായിരുന്നു. ആ ആശയം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. മുസ്ലിം ലീഗ് അത് സ്വീകരിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ ബഷീർ പുളിക്കലകത്ത് അധ്യക്ഷനായി. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി മുഹമ്മദ് ഖാസിം സ്ഥാപക ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. STU പ്രസിഡന്റ് K ഷർഫുദ്ദീൻ, OP ബഷീർ, നഗരസഭ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സെയ്തൽവി ഒറ്റപ്പാലം മുഖ്യപ്രഭാഷണം നടത്തി. M മുഹമ്മദ്, P ഖാസിം, S ബഷീർ, മുജീബ് റഹ്മാൻ, K രാമൻ, A അസീസ്, K അബ്ദുൽ ഖാദർ, റഫീഖ് മുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ എസ്റ്റേറ്റിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന 2 ഏക്കർ പറമ്പിൽ തീപിടിച്ചു. വാർഡ് മെമ്പർ C ഹരിദാസനും നാട്ടുകാരും സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഇൻചാർജ് അജീഷ് ജിയും നേതൃത്വത്തിൽ മണ്ണാർക്കാടിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീയണച്ചു. ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധന്മാരായ സെബാസ്ത്യനോസിൻ്റെയും ഗീവർഗീസ് സഹാദയുടെയും സംയുക്ത തിരുനാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലിയർപ്പണവും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മെൽജോ ചിറമേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിജോ കാരിക്കാട്ടിൽ തിരുനാൾ സന്ദേശ പ്രഭാഷണം നടത്തി. തിരുനാളിനോടനുബന്ധിച്ച് ഇടവക അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തുടർന്ന് വിലാപങ്ങൾ എന്ന നാടകവും അരങ്ങേറി. വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗത്തോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചത്. ഇടവക വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിൽ, കൈക്കാരന്മാരായ ബേബി കലമറ്റം, ജോർജ് കോട്ടായിൽ, കപ്പിയാർ തോമസ് മൂലയിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോർജ് എട്ടൊന്നിൽ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ വിദ്യാർത്ഥികൾ എജു ടു ജോബ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ എന്ന ആശയം മുൻനിർത്തിയാണ് ക്ലാസ് നടത്തിയത്. കൂട്ടായ്മയിലെ മെമ്പർമാരുടെ മക്കളായ 100ഓളം വിദ്യാർത്ഥികൾക്കായാണ് വെക്കേഷൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ് കാഞ്ഞിരക്കോട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷനായി. സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനർ മുസ്തഫ ഗാൾവനിക് കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേങ്ങോട്, എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ് പ്രഭാപുരം എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചൊവ്വാഴ്ച ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസം വിജയിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും പല LDF അംഗങ്ങളും ഭരണത്തിൽ അതൃപ്തരെന്നും UDF കൗൺസിലർമാർ. കാഞ്ഞിരപ്പുഴ പാമ്പൻതോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്കായി പാങ്ങോട് നിർമ്മിച്ച വീടുകൾ 1 വർഷം തികയും മുമ്പേ വിണ്ടുകീറി. വീടുകളുടെ തറ പൊട്ടിയ നിലയിൽ, ശുചിമുറികളും തകർന്നു. കുടുംബങ്ങൾ താമസം വീണ്ടും മലയിലേക്ക് മാറ്റി. ജല അതോറിറ്റിയുടെ അനാസ്ഥ. കടുത്ത വേനലിലും ചെറുപ്പുളശ്ശേരിയിൽ പാഴായി പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം. നഗരത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലാണ് പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴാവുന്നത്. നാട്ടുകൽ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 190 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ. തിരൂർ സ്വദേശി അബൂബക്കർ സിദ്ദീഖാണ് പിടിയിലായത്.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മണാർക്കാട് തേങ്കര സ്വദേശി മുഹമ്മദ് നാഫിയെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരം ജയിലിലടച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.